നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. റാസൽ ഖൈമയിലെ സ്റ്റാഫ് നഴ്സായ നദീറ മൊയ്തീൻ കുട്ടിയുടെ നോമ്പുകാലത്തെ ഡ്യൂട്ടിയെക്കുറിച്ചുള്ള കണ്ണു നനയിക്കുന്ന അനുഭവമാണിത്. തൻ്റെ മുന്നിലെത്തിയ അരവയർ മുറുക്കി കെട്ടിയ ആ ചരടിനെ കുറിച്ചുള്ള ഓർമ്മകളെ മനസ്സിൽ നിന്നും മായുന്നില്ലെന്ന് അവർ പറയുന്നു. സമയം വൈകുന്നേരം 7 മണി കഴിഞ്ഞിരിക്കുന്നു. 15 മിനിറ്റ് കഴിഞ്ഞാൽ PPE കിറ്റ് അഴിച്ചുമാറ്റി നോമ്പ് തുറക്കാം. രാവിലെ 7 മണിക്ക് തുടങ്ങിയതാണ് ഇതും ധരിച്ചുള്ള നിൽപ്പ്. അടുത്ത ഷിഫ്റ്റിനുള്ള ഹാൻഡ് ഓവറിൻ്റെ തിരക്കിൽ നിൽക്കുമ്പോഴാണ് ആംബുലൻസ് കോൾ സെൻ്ററിലെ ഫോൺ ബെൽ മുഴങ്ങിയത്. അത്യാവശ്യ ഘട്ടത്തിൽ കോൾ സെൻ്ററുകാർ മാത്രം വിളിക്കുന്ന ഫോണാണിത്. ഹൃദയാഘാതമുണ്ടായ രോഗിയുമായി ആംബുലൻസ് വരുന്നുണ്ടെന്നും CPR കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നും 10 മിനിറ്റിനുള്ളിൽ ആശുപത്രിയിലെത്തിക്കുമെന്നുമായിരുന്നു മറുതലയ്ക്കിലെ സംസാരം. ഇതോടെ ഞാൻ വീണ്ടും ഡ്യൂട്ടി മോഡിലായി എന്ന് നദീറ പറയുന്നു. ഒരുക്കങ്ങൾ നടത്തേണ്ട താമസം. അവർ എത്തി. ഏകദേശം 40 വയസ്സുള്ള ഒരു വ്യക്തിയെയും കൊണ്ടാണ് അവർ എത്തിയത്. നെറ്റിയിൽ നിന്നും ചോര പൊടിയുന്നുണ്ടായിരുന്നു. വീഴ്ചയിൽ പറ്റിയതാകാം. ഇന്ത്യക്കാരനാണെന്ന് കാഴ്ചയിൽ തന്നെ മനസ്സിലായി എന്നും നദീറ പറഞ്ഞു. ലേബർ ക്യാമ്പിന് സമീപമുള്ള റോഡിൽ നിന്നാണ് ഇദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റിയതെന്ന് ഫിലിപ്പീൻ സ്വദേശിയായ ഡ്രൈവർ പറഞ്ഞു. ഇദ്ദേഹത്തിന് 2 ദിവസം മുൻപ് നടത്തിയ കോവിഡ് പരിശോധനയിൽ ഫലം നെഗറ്റീവായിരുന്നു എന്നും പറഞ്ഞു. ജീവൻ നിലനിർത്താൻ അവസാന നിമിഷം വരെ പോരാടുന്നവരാണ് ആരോഗ്യ പ്രവർത്തകർ. അതുകൊണ്ട് തന്നെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നതായി തോന്നിയെങ്കിലും അദ്ദേഹത്തിന് CPR കൊടുത്തുകൊണ്ടേയിരുന്നു. മുഖത്തോട് മുഖം ചേർത്തുള്ള റെസ്പോൺസ് ചെക്കിങ്ങിന് മാസ്കിന് പുറത്ത് ധരിച്ചിരിക്കുന്ന ഹെൽമറ്റ് തടസ്സമായി തോന്നിയതിനാൽ അത് എടുത്തു മാറ്റുകയായിരുന്നു എന്നും നദീറ പറയുന്നു. കിണഞ്ഞു നോക്കിയിട്ടും ഒരു ജീവൻ കൂടി എൻ്റെ കൺമുന്നിൽ നിന്ന് കൈവിട്ടു പോകുന്നത് ഞാൻ അറിഞ്ഞു. 8:30-യോടെ മരണം ഉറപ്പുവരുത്തി. ശിവറാം, അതാണ് അയാളുടെ പേര്. മോർച്ചറിയിലേക്ക് മാറ്റുന്നതിന് മുൻപ് മൃതദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ മാറ്റണം. മൊബൈൽ, പേഴ്സ് തുടങ്ങിയവ ബന്ധുക്കൾക്ക് കൈമാറണം. വസ്ത്രം മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഉള്ളുലയ്ക്കുന്ന ആ കാഴ്ച താൻ കണ്ടത് എന്ന് നദീറ പറഞ്ഞു. പാൻസ് അഴിഞ്ഞു പോകാതിരിക്കാൻ ചരടുകൊണ്ട് കെട്ടിയിരിക്കുന്നു. ആ ചരട് മുറുക്കി കെട്ടിയായിരിക്കാം അയാൾ വിശപ്പടക്കിയിരുന്നത്. ഊരുന്നതിനിടയിൽ ഏതാനും നാണയത്തുട്ടുകൾ പാൻസിൽ നിന്നും നിലത്തു വീണു. ഒരു ചായ പോലും കുടിക്കാതെ ആ പാവം കരുതി വെച്ച നാണയത്തുട്ടുകൾ. അതെ, നദീറയുടെ വിവരണങ്ങൾ ഉള്ളുലയ്ക്കുന്നതാണ്. 12 വർഷത്തെ ജോലിക്കിടെ എത്രയോ മരണം കണ്ടിരിക്കുന്നു. എങ്കിലും ജീവനറ്റ ശിവറാമിൻ്റെ ശോഷിച്ച ശരീരം കണ്ട് തൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയെന്ന് നദീറ പറഞ്ഞു. മരണ സർട്ടിഫിക്കറ്റിനുള്ള പേപ്പറുകൾ തയ്യാറാക്കി മൃതദേഹം മോർച്ചറിയിലേക്ക് അയച്ചപ്പോൾ സമയം 10 മണിയായി. PPE കിറ്റ് അഴിച്ചുമാറ്റി വസ്ത്രം മാറിയപ്പോഴാണ് താൻ ഇതുവരെ നോമ്പ് തുറന്നിട്ടില്ലല്ലോ എന്നതോർത്തത്. രാവിലെ 5:30-ന് വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ്. ഡ്യൂട്ടി കഴിഞ്ഞവരെയും കൊണ്ട് ഹോസ്പിറ്റൽ വാഹനം എപ്പോഴേ പോയി. ഭർത്താവാണ് തന്നെ കൂട്ടാൻ വാഹനവുമായി എത്തിയത്. കാറിൽ കയറിയതും ഒരു ഗ്ലാസ് ചൂടുള്ള ചായ തൻ്റെ നേരെ നീട്ടി. അതുമാത്രമേ ഓർമ്മയുള്ളൂ. താൻ കാറിൻ്റെ സീറ്റിലിരുന്ന് മയങ്ങിപ്പോയി. വീട്ടിൽ കുട്ടികൾ ഒറ്റയ്ക്കാണ്. എത്രയും പെട്ടെന്ന് അവിടെ എത്തിയാൽ മതി എന്ന ചിന്തയിലായിരുന്നു താനെന്ന് നദീറ പറഞ്ഞു. ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി ഉറങ്ങാൻ കിടന്നു. എങ്കിലും നാളെ ലീവാണെന്ന ആശ്വാസത്തിലായിരുന്നു താൻ. ഒന്ന് മയക്കം പിടിച്ചു കാണും. ഫോൺ തുടർച്ചയായി അടിക്കുന്നു. ആശുപത്രിയിൽ നിന്നാണ്. ശിവറാമിൻ്റെ കോവിഡ് പരിശോധനാ ഫലം പോസിറ്റീവാണത്രേ. രാവിലെ 7 മണിക്ക് ആശുപത്രിയിലെത്തണം കോവിഡ് പരിശോധനയ്ക്കായി. പാതി ഉറക്കത്തിൽ ഉമ്മയെ കണ്ട സന്തോഷത്തിൽ തന്നോട് ചേർന്ന് കിടക്കുന്ന 4 വയസ്സുകാരനെ മനഃപൂർവ്വം മാറ്റിക്കിടത്തുകയായിരുന്നു എന്ന് നദീറ പറഞ്ഞു. നേരം പുലർന്നതും വീണ്ടും ആശുപത്രിയിലെത്തി പരിശോധന നടത്തി. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, ഫലം നെഗറ്റീവായതിൻ്റെ ആശ്വാസത്തിലാണ് തങ്ങളിപ്പോൾ എന്ന് പറഞ്ഞ് നദീറ അവസാനിപ്പിക്കുമ്പോൾ ആതുര സേവന രംഗത്ത് ആരോഗ്യ പ്രവർത്തകർ എത്രത്തോളം ത്യാഗം സഹിക്കുന്നു എന്നും നമുക്ക് ചുറ്റുമുള്ള ചില ജീവിതങ്ങൾ എങ്ങനെയാണെന്നുമൊക്കെ അവർ കൃത്യമായി വരച്ചിടുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.